ഹലോ എവരി വൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അക്കൗണ്ടൻസി എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. +1 അക്കൗണ്ടൻസി നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് അക്കൗണ്ടിങ്, അതിലെ പ്രധാനപ്പെട്ട ടേംസുകളെ കുറിച്ച് പഠിച്ചു, തിയറി ബേസ് പഠിച്ചു, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ വരെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിപ്രീസിയേഷൻ പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ +2ലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ടാവും? ആക്ച്വലി നമുക്കിവിടെ 2 പാർട്ടുകളായിട്ട് എല്ലാ മക്കൾക്കും പഠിക്കാനുണ്ടാവും. പാർട്ട് 1 ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം. നമ്മൾ ഏത് സ്കൂളാണെങ്കിലും നമുക്ക് ഈ ഒരു പാർട്ട് ഉറപ്പായിട്ടും പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടൻസിയിലെ ഓരോ ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ നമ്പർ 1 വരുന്നത് പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് ആണ്. സോ ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും പാർട്ട്ണർഷിപ്പ് ഫേമുമായി റിലേറ്റഡ് ആണ്. അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ച് ക്ലിയർ ആക്കിയാൽ നമുക്ക് എന്താണ്, രണ്ടാമത്തെ ചാപ്റ്റർ എളുപ്പമായിട്ട് മാറും. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് എന്ന ഫേമിനെ കുറിച്ച് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന ബിസിനസ് ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എല്ലാ ചാപ്റ്ററിലും പഠിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് പാർട്ട്ണർഷിപ്പ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ എന്താണ്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവിടെ വരുന്ന ചില കാൽക്കുലേഷൻസും നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളും അവിടെ വരുന്ന ബേസിക്സ് ആയിട്ടുള്ള അക്കൗണ്ടുകളും അതെങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് പോലെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് ഭാഗം കൂടി എന്ത് ചെയ്യും, ക്ലിയർ ആക്കും. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. ഒരു പാർട്ട്ണറെ, ഒരു പുതിയൊരാളെ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് ഓർത്ത് വെക്കുക. റീകോൺസ്റ്റിറ്റ്യൂഷനകത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന മുഴുവൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഫസ്റ്റ് ചാപ്റ്റർ തെറോ ആണ്, നമുക്ക് ക്ലിയർ ആവണം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ചാപ്റ്റേഴ്സും പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റഡ് ആണ്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. എനിവേ, നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇവിടെ സിറ്റുവേഷൻ മാറുന്നുണ്ട്. ദാറ്റ് ഈസ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നേരത്തെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ വരുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആണ് പഠിക്കാനുണ്ടാവുക. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പുറത്തേക്ക് പോകുന്നു, നമ്മുടെ ഫേമിൽ നിന്ന് ഒരു പാർട്ട്ണർ പുറത്തേക്ക് പോകുന്നു, ആ സമയത്തുണ്ടാവുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടുന്നു, ക്ലോസ് ചെയ്യുന്നു, കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നു. ആ സമയത്തുണ്ടാവുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ സമയത്ത് അക്കൗണ്ടൻ്റ് എന്തെല്ലാം അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അസറ്റ്സും അതേപോലെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസും ഒക്കെ എന്താണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. സോ ഇവിടെ ഒന്നാമത്തെ പാർട്ടിൽ, അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ പാർട്ടിൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. 4 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ പ്രധാനപ്പെട്ട 4 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കൂടുതൽ മാർക്കിന് അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് പരീക്ഷയ്ക്ക്. അതേപോലെ തന്നെ ഡിസൊല്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ്. റിട്ടയർമെൻറ്റ്, നമുക്ക് അഡ്മിഷൻ പഠിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ടോട്ടലി നോക്കുന്ന സമയത്ത് ചാപ്റ്റേഴ്സ് വളരെ കണക്റ്റഡ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് 2, 3, 4 ഒക്കെ എന്താണ് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ
ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളെ ഭാഗത്ത് നല്ല രീതിയിലുള്ള എന്താണ്ടാവണം, വർക്ക് നമുക്കിവിടെ വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിനേഷന് മാക്സിമം മാർക്ക്, നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള മുഴുവൻ സപ്പോർട്ടായിട്ട് ഇലാൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പറയാനുള്ളത്, അക്കൗണ്ടൻസിക്ക് നമുക്ക് ഒരു പാർട്ടും കൂടെ പഠിക്കാനുണ്ടാവും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പാർട്ടും കൂടെ പഠിക്കാനുണ്ടാവും. സോ ഡിഫറെൻറ്റ് സ്കൂളുകളിൽ അത് ചിലപ്പോൾ മാറാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS ആണ്. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFS പഠിക്കാനുണ്ടാവും. ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് AFSനകത്ത് നമ്മളവിടെ കമ്പനി അക്കൗണ്ട്സുകളാണ് പഠിക്കുക. ഷെയർസിനെ കുറിച്ചും ഡിബഞ്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളും പഠിക്കും. AFS എന്നുള്ള ഭാഗത്ത് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും, കൂടുതൽ സ്കൂളുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്കൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കാനുണ്ടാവും അല്ലേ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അവിടെ പഠിക്കാനുണ്ടാവും. പ്രാക്ടിക്കൽ സെഷൻ കൂടി ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് വരുന്നത്, അക്കൗണ്ടൻസിയിൽ നിങ്ങളുടെ സ്കൂളിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ സപ്പോർട്ടും എന്തെന്ന് ഇലാൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറന്നു പോകാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് AFS ആണോ വരുന്നത് അതോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, സോ ഇനി ഈ ഒരു അക്കൗണ്ടൻസിയുടെ കേസ് പറയുകയാണെങ്കിൽ മുഴുവൻ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈവ് സെഷൻസായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മുഴുവൻ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഈ ചാനലിലേക്ക് എത്തുക. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എനിവേ താങ്ക് യു ഓൾ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം.